നിഫ്റ്റി എടുക്കാം കേട്ടോ. ഓക്കെ 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 എന്നോട് ഒരു ആൾ ഒരു ഡൗട്ട് ചോദിച്ചു. ഓക്കെ, അദ്ദേഹം ചോദിച്ചത് 5 മിനിറ്റ് ചാർട്ടിൽ നിഫ്റ്റിയിൽ 50% എബോവ് ബ്രേക്കിംഗ് കിട്ടിയിട്ട് സെല്ലേഴ്സ് ഫെയിലായിട്ടും അത് മുകളിലേക്ക് പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, ഇനി അദ്ദേഹം പറഞ്ഞ ആ ഒരു പിക്ചർ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ മൂപ്പരാളുടെ സംശയം ഇതാണ്. ഇപ്പോൾ നമ്മൾ വെച്ച മാതിരി മൂപ്പരാൾ ഇവിടെയൊക്കെയാണ് ഒരു റെസിസ്റ്റൻസ് വരച്ചതെന്ന് തോന്നുന്നുണ്ട്. ഞാൻ വരച്ച ആ ഒരു ഏരിയയിലൊക്കെ തന്നെയാണ് വരച്ചിട്ടുള്ളതെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത് എവിടെയാണ് വരച്ചതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. മൂപ്പരാൾ ഇങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് റെസിസ്റ്റൻസ് വരച്ചതെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെയാണോ എങ്ങനെയാണ്ട് വരച്ചിട്ടുണ്ട്, അത് എനിക്ക് കറക്റ്റ് മനസ്സിലാവും. ഇങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ വരച്ചത്. മെയിനായിട്ട് ഞാൻ ബ്ലാങ്ക് ചാർട്ടിൽ ഞാൻ വരച്ച് കാണിച്ചു തരാം. നമുക്ക് മാർക്കറ്റ് മുകളിൽ നിന്ന് വരുന്ന മാർക്കറ്റ് ആവാം, അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് വരുന്ന മാർക്കറ്റ് ആവാം. എന്ത് തന്നെ ആയാലും സപ്പോർട്ടിലും റെസിസ്റ്റൻസിലും മാർക്കറ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് 2 തവണ ടാപ്പ് ചെയ്ത് നമുക്കത് റെസിസ്റ്റൻസ് ആക്കാം. അത് 3ാമത്തെ തവണ ചെയ്യുകയാണെങ്കിൽ, ചെറിയ ടൈം ഫ്രെയിമിലാണ് പറയുന്നത്, വലിയ ടൈം ഫ്രെയിമിലല്ല, ചെറിയ ടൈം ഫ്രെയിമിൽ 3-4 തവണ ഒക്കെ വരികയാണെങ്കിൽ നല്ല സ്ട്രോങ് റെസിസ്റ്റൻസും സപ്പോർട്ടൊക്കെ ആയി മാറാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇങ്ങനെയാണ് മാർക്കറ്റ് നോക്കുക. ഇപ്പം നമ്മൾ അപ്പ് സൈഡിലത്തെ കാര്യം തന്നെ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പ് സൈഡിലത്തെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇങ്ങനെയാണ്. അതായത് ഇവിടുന്ന് ഒരു ക്യാൻഡിൽ ഇങ്ങനെ ഫോമായി, ഒരു ക്യാൻഡിൽ ഞാൻ ഇത്തിരി വലുതാക്കി വരയ്ക്കുകയാണ് വിക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, ഈ ഫെയിലിംഗ് ഇങ്ങനെയാണ്, ഇങ്ങനെ. ഓക്കെ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ബ്രേക്കിങ്. ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് ഇങ്ങനെ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ക്ലോസിങ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ എൻട്രി വാലിഡ് ആണെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെല്ലാ വീഡിയോസും എടുത്ത് നോക്കിക്കോ. അങ്ങനെ ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന ക്യാൻഡിൽ വാലിഡ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ചാനൽ നിർത്തിപ്പോവാം. മനസ്സിലായ? ഇതിവിടെ എന്താ കുഴപ്പമെന്നറിയോ? നിങ്ങൾ കാണുന്നു, കേൾക്കുന്നു, അത്രേ ഉള്ളൂ. നിങ്ങളത് മനസ്സിലാക്കാനോ അതെന്താണ് പറയുന്നതെന്നുള്ളത് എഴുതി വയ്ക്കാനോ ശ്രമിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതാണ് ഞാൻ ഈ കോഴ്സ് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞത്, കഷ്ടപ്പെട്ടതിനുള്ള ഇത് നിനക്ക് കിട്ടണം, നീ ഫ്രീ ആയിട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ കോഴ്സ്, അതായത് കോഴ്സ് എന്നായിട്ട് പറയാൻ താല്പര്യമില്ല, എനിക്കുള്ളൊരു സ്കില്ല് ഞാനിത് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ ഈ ഒരു കാര്യം തന്നെ ഇങ്ങനെ കൊടുക്കുമ്പോൾ തോന്നിയ പോലത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ ആരും കുറ്റം പറയുന്നതല്ല കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കാത്തത് നിങ്ങളുടെ കുഴപ്പമാണ്. മനസ്സിലായി? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കറക്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് എനിക്ക്, അതായത് ഒരു വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നും അവർക്ക് ചിലപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവില്ല, അപ്പോൾ അതിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യും. പിന്നെ തോന്നും അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പോലെ പറഞ്ഞിട്ടുണ്ടാവും, അതൊന്ന് ക്ലിയർ ആക്കി കൊടുക്കാം. കാരണം ആരെങ്കിലുമൊക്കെ എൻട്രി എടുക്കുകയാണെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിതിൻ്റെ A to Z കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അധികം പറയുന്നുമില്ല, നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ, വീഡിയോ ശ്രദ്ധിക്കുക. ഓക്കെ, എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ വാലിഡ് ആണെന്നും? ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിത് വാലിഡ് ആവുന്നത് എപ്പോഴും, പൊന്നു മക്കളെ ശ്രദ്ധിച്ചോ, താഴെ നിന്നും റെസിസ്റ്റൻസിൻ്റെ താഴെ നിന്നും ക്യാൻഡിൽ എന്താവണം? ഫോം ആവണം. മനസ്സിലായില്ലേ? ഇതൊരു മാർബോസ് ക്യാൻഡിൽ ആവുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. മാർബോസ് ക്യാൻഡിൽ എന്താണ്? ഇതുപോലെ സ്ട്രോങ് ആയിട്ട് വരുന്ന ക്യാൻഡിലിനെയാണ് മാർബോസ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഒരു ചെറിയ വിക്കൊക്കെ തന്ന് ഇങ്ങനെയൊക്കെ ഫോം ആവണമെങ്കിൽ അതിനെ നമുക്ക് മാർബോസ് ക്യാൻഡിൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഫോം ആവണമെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എൻട്രി എടുക്കാം. പക്ഷേ എൻട്രി എടുക്കണതിന് എന്തുണ്ട്? കണ്ടീഷൻസും കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഉറപ്പിക്കാം, അതായത് മാർക്കറ്റ് ഷിഫ്റ്റായി എന്നുള്ളത്, അതായത് ഡയറക്ഷൻ ഷിഫ്റ്റായി എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി എന്തായിരിക്കണം? നെക്സ്റ്റ് ക്യാൻഡിൽ വരേണ്ടത് ഒരിക്കലും ഇങ്ങനെ വരരുത്. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ വീണ്ടും പറയാണ്, പറഞ്ഞത് തന്നെ പറയുമ്പോൾ നമ്മൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ലല്ലോ.
ഇങ്ങനെ വരരുത്. അതായതില്ലേ, ഈ ഏരിയ ഉണ്ടോ, ഈ ഏരിയ, ഈ ക്യാൻഡിലിൻ്റെ ഹൈയിന് എടുത്തിട്ടാണ് ഈ ക്യാൻഡിൽ വരണമെങ്കിൽ പിന്നെ മാർക്കറ്റിന് മുകളിൽ പോകേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ മുകളിലുള്ള ലിക്വിഡിറ്റി എടുത്തിട്ടാണ് താഴേക്ക് വരുന്നത്. അതായത് ഇതിൻ്റെ മുകളിലുള്ള സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടാണ് മാർക്കറ്റ് താഴേക്ക് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനൊരു ക്യാൻഡിൽ മുകളിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു വിക്ക്, ഈ ക്യാൻഡിലിൻ്റെ വിക്ക് ഇങ്ങനെ ഒരു മുകളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ, പ്രഷർ കാണിച്ചു കഴിഞ്ഞാൽ എൻട്രി എടുക്കരുത്. മനസ്സിലായോ? ഇതേപോലെ തന്നെ വേറെ സിനാരിയും കൂടി പറഞ്ഞുതരാം. ഇങ്ങനെ വന്നൊന്നുമായിരിക്കും ഇങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ബോഡി നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഓക്കെ, ബോഡി നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് ശ്രദ്ധിച്ചു. ബോഡി നോക്കുകയാണെങ്കിൽ 50% എബോ ബ്രേക്കിംഗ് കിട്ടി, ഓക്കെയാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുമോ? ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിന്ന് ഇത്രയും പ്രഷറുണ്ട്, മുകളിൽ നിന്ന് താഴേക്ക് ഇത്രയും പ്രഷറുണ്ട്. ഓക്കെ, നമുക്കിത് എൻട്രി എടുക്കാൻ വാലിഡ് ആവണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ക്യാൻഡലിൻ്റെ ഹൈ ഒരിക്കലും ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു ഇംബാലൻസോ ലിക്വിഡിറ്റിയോ എടുത്തതാവരുത്. മനസ്സിലായില്ലേ? ഈ ഫാസ്റ്റ് മൂവ്മെൻറ്റ് നടന്ന ക്യാൻഡലിൻ്റെ ഹൈ ഒരിക്കലും ഒരു സ്ഥലത്തെ ഇംബാലൻസ് ഫുള്ള് കളക്ട് ചെയ്തതോ അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി മീൻസ് ഇതിന് മുമ്പുണ്ടായ ഒരു ഹൈ സ്വീപ്പ് ചെയ്തതോ ആവരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് വാലിഡ് അല്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവിടെ ഇംബാലൻസ് കളക്ട് ചെയ്തില്ല എന്നിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ഇതിൽ തന്നെ കാണിച്ചു തരാം. ആൾക്കാർക്ക് പറഞ്ഞിട്ടല്ല, എല്ലാവരും തുടക്കക്കാർക്കൊക്കെ ഡൗട്ട് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഹൈ ഈ ഇംബാലൻസ് ഫുള്ള് കളക്ട് ചെയ്തിട്ടില്ല, ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഇല്ലേ? ഈ ഒരു ഗ്യാപ്പില്ലേ, നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഓക്കെ, ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുള്ള കാലത്തോളം നമുക്ക് ഉറപ്പിക്കാം മാർക്കറ്റ് മുകളിൽ പോകും. പിന്നെ ഈ ക്യാൻഡിൽ ഈ ഹൈയിൻ്റെ താഴെയാണ് ഈ ക്യാൻഡിൽ ഫോം ആവണത്. അത് ഇങ്ങനെയാണ് വന്ന് ഫെയിൽ ആവണമെന്ന് വിചാരിക്കുക. എങ്ങനെ മക്കളെ? ഇങ്ങനെ ഫെയിൽ ആവണമെന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ വന്നതെന്ന് വെച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് എൻട്രി എടുക്കാം. കാരണം എന്താ, നമ്മളെ കണ്ടീഷൻസൊക്കെ ഓക്കെയാണ്. 50% എബോ ബോഡി ക്ലോസിങ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇംബാലൻസ് ഫുള്ള് കളക്ട് ചെയ്തിട്ടില്ല. മാർക്കറ്റ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഫെയിലിംഗ് ആണ് നടന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴേക്ക് വരുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം, ധൈര്യമായിട്ട് എൻട്രി എടുക്കാം. എന്നിട്ട് ലോസ് ആവണിങ് ആവട്ടെ. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്നല്ല, ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യണമെങ്കിലും നിങ്ങൾ ലോസ് വന്ന് പഠിക്കുക തന്നെ വേണം. മനസ്സിലായില്ലേ? പക്ഷേ ഞാൻ പറഞ്ഞ പ്രകാരം എടുക്കുകയാണെങ്കിൽ ചാൻസ് കുറവാണ്. നിങ്ങൾ നോക്കിക്കോ, ചാൻസ് കുറവാണ്. പറയുന്നത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഒരു ധാരണ വേണം നിങ്ങൾക്ക് കേട്ടോ. ഇല്ലെങ്കിൽ ധാരണ എന്ന് പറഞ്ഞാലേ, ഇപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ അടിയിൽ നിന്നാണ് ബോഡി ഇത്, അതായത് മൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാതെ ഇതുപോലെ വരരുത്, പിന്നെ ഇതുപോലെ വരരുത്. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകത എന്താണ്? നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കിയാൽ, ഇത് ഒരു ക്യാൻഡിലാണ്, ഇതൊരു ക്യാൻഡിലാണ് അല്ലേ? ഈ ക്യാൻഡിൽ നോക്കിയേ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ, നിങ്ങൾ ചാർട്ട് എടുക്കുമ്പോൾ നോക്കിയാൽ മതി. ഈ 2 ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടല്ലോ മക്കളെ, ഈ 2 ഗ്രീൻ ക്യാൻഡിൽ വീക്ക് ക്യാൻഡിലുകളാണ്. മനസ്സിലായ? ഈ 2 വീക്ക് ക്യാൻഡിലിനെ ഡൊമിനേറ്റ് ചെയ്തിട്ടാണ് ഈ ക്യാൻഡിൽ ഫോം ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആർക്കാ പ്രഷർ കൂടുതൽ, അല്ലെങ്കിൽ ആർക്കാ ഇവിടെ ഡൊമിനേഷൻ കൂടുതൽ? സെല്ലേഴ്സിനാണ്. മനസ്സിലായോ? ഇവിടുന്ന് ഇത്രയും പ്രഷറിൽ ഇവിടെ വന്ന് ക്ലോസ് ആയി. പിന്നെ വന്നത് ഈ 2 ക്യാൻഡിലിൻ്റെ ലോന് എടുക്കാനായിട്ട് ഇത് ഒറ്റ ക്യാൻഡിലാണ് ഇത് വന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? അത്രയും പ്രഷറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ സെല്ലേഴ്സിനാണ് പ്രഷർ കൂടുതൽ, അല്ലെങ്കിൽ സെല്ലേഴ്സിനാണ് ഡൊമിനേഷൻ കൂടുതൽ, ആധിപത്യം കൂടുതൽ കേട്ടോ. ഓക്കെ, നമ്മളത് എപ്പോഴും മനസ്സിലാക്കിയെടുക്കാം. ഇപ്പോൾ നിങ്ങളെ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആ ഒരു ഇതിലേക്ക് ഒന്നും കൂടി പോകും. ഓക്കെ, അപ്പോൾ ഇതിലേ പിന്നെ അപ്പോൾ ഇങ്ങനെയാണ് മൂപ്പരാൾ എന്നോട് ഡൗട്ട് ചോദിച്ചത്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയേ, ഇതിൽ എന്തൊക്കെയാണ് നടക്കണതെന്ന് നിങ്ങൾക്ക് ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോളേ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിരുന്നു റെസിസ്റ്റൻസ് എങ്ങനെ കറക്റ്റ് വരയ്ക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? നമ്മൾ തോന്നിയ സ്ഥലത്ത് റെസിസ്റ്റൻസ് വരച്ചാൽ നമ്മൾ എടുക്കുന്ന എൻട്രി റോങ് ആവും, നമുക്ക് ലോസ് വരും. അപ്പോൾ റെസിസ്റ്റൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി വരയ്ക്കുക. ഓക്കെ, ഫസ്റ്റ് എപ്പോഴാണോ 2 തവണ ഒരേ ഏരിയയിൽ വന്ന് ടാപ്പ് ചെയ്യണത്, ഇപ്പോൾ ഇവിടെ 2 തവണ ടാപ്പ് ചെയ്തെന്ന് വിചാരിക്കാം. ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാണ് കേട്ടോ.
ഇവിടെ ഫസ്റ്റ് ടാപ്പ് ചെയ്തു, പിന്നീട് ടാപ്പ് ചെയ്യുന്നത് ഈ ഏരിയയിലാണ്. അപ്പോൾ നമ്മൾ വരച്ചു. പിന്നീടാണ് ഈ ക്യാൻഡിലൊക്കെ ഉണ്ടായി ഇത് ഫെയിലാവുന്നത്. അപ്പോഴും നമുക്ക് ഇവിടെ തന്നെ സ്ട്രോങ് ആയിട്ട് വരയ്ക്കാം. പിന്നെ ഇതിൻ്റെ ഗ്യാപ്പിലൊന്നും ഇത് ഈ ഒരു ഏരിയ വരെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വരാത്ത കാലത്തോളം നമ്മൾ എന്താക്കുന്നറിയോ, നമ്മളൊന്ന് മാറി ചിന്തിക്കണം. മാറി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആവണമെങ്കിൽ എപ്പോഴും അതായത് എപ്പോഴും എവിടെ നിന്നാണോ റെസിസ്റ്റ് ചെയ്യണത്, എവിടെ നിന്നാണോ മാർക്കറ്റ് താഴേക്ക് പ്രഷർ കാണിക്കുന്നത് ആ ഏരിയ ആക്കണം. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഇങ്ങോട്ട് ഇറക്കി വയ്ക്കും ഈ ഒരു ഏരിയയിലേക്ക്. മനസ്സിലായില്ലേ, ഈ ഒരു ഏരിയയിലേക്ക്. ഇപ്പം നോക്കിയേ, എനിക്ക് എൻ്റെ അറിവിൽ ഇതാണ് ബെസ്റ്റ് റെസിസ്റ്റൻസ് ഇവിടെ. കാരണം ഇവിടെ നിന്നാണ് ഇത് പ്രഷറായിട്ട് താഴെ പോയിട്ടുള്ളത്. ഈ ഏരിയയിൽ നിന്ന് പിന്നെയും പ്രഷർ വന്നു, ഈ ഏരിയയിൽ നിന്നൊക്കെ വിക്കുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യാൻ നോക്കി, വീണ്ടും അവിടെ നിന്ന് വന്ന് ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ പ്രഷർ കാണിച്ചു. പിന്നെ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ സപ്പോർട്ട് എടുത്തു, നൈസായിട്ട് സപ്പോർട്ട് എടുത്തു. പക്ഷേ ഈ ക്യാൻഡിൽ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഇവിടുന്ന് പ്രഷർ ഉള്ളതുകൊണ്ടും ഈ ക്യാൻഡിലിനെ ഡൊമിനേറ്റ് ചെയ്തിട്ടാണ് ഈ ക്യാൻഡിൽ വന്നതുകൊണ്ടും, അതായത് ഈ ക്യാൻഡിലിൻ്റെ വിക്ക് അല്ലെങ്കിൽ ബോഡിയുടെ മേലെയാണ് ഈ ക്യാൻഡിൽ ഫോം ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ലിക്വിഡിറ്റി എടുത്തിട്ടാണ് ഈ ക്യാൻഡിൽ നിൽക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ഇവിടെ നിന്ന് താഴേക്ക് എടുത്ത ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ടാവും. അതൊക്കെ ഈ ക്യാൻഡിൽ വന്നെടുത്തിട്ടാണ് ഫോം ആയിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഓക്കെ. പിന്നെ ഇവിടുന്ന് പ്രഷർ കാണിച്ചു. ഇത് സപ്പോർട്ട് എടുത്തത് എവിടെയാണ്? നമ്മൾ ഈ വെച്ച ഇതിൻ്റെ മുകളിൽ വെച്ച ആ ഒരു റെസിസ്റ്റൻസിലാണ് ഇത് സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് സ്ട്രോങ് ആയി എന്നർത്ഥം. തിരിച്ച് പിന്നീട് വീണ്ടും ഈ പ്രഷർ കാണിച്ച് തിരിച്ച് വന്ന ക്യാൻഡിൽ, അത്രയും ബുള്ളിഷ് വന്ന ക്യാൻഡിൽ വീണ്ടും ഇവിടെ വന്നിട്ട് വീണ്ടും ഇവിടെ നിന്നൊരു റിജക്ഷൻ കാണിച്ചു അല്ലേ. പിന്നെ അതേ ഏരിയയിൽ തന്നെയാണ് ബോഡി ക്ലോസിംഗ് ഒക്കെ. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെയാണ് എല്ലാം ഫോം ആവുന്നത് അല്ലേ. പിന്നെ ഇവിടെ നിന്ന് ബ്രേക്കിംഗ് കിട്ടി. പക്ഷേ ഇവിടെ സെല്ലേഴ്സ് ഫെയിലായി, ഫെയിലല്ല, ഡൊമിനേറ്റ് ചെയ്തു. ഓക്കെ. പിന്നെ ഇവിടെ ഒന്നും നടന്നു. പിന്നെ നിങ്ങൾ നോക്കിയേ, ഞാൻ ഇവിടെയാണ് ഇത് വരയ്ക്കണേന്ന് വിചാരിക്കും, ഇവിടെയാണ് ഇത് വെച്ചതെന്ന് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്കിത് വാലിഡ് ആവോ? ഇല്ല. ഞാനിത് പ്രോപ്പറായിട്ട് നല്ലൊരു റെസിസ്റ്റൻസായി വരച്ചുകൊണ്ടാണ് നമുക്ക് അപ്സൈഡിക്കുള്ള എൻട്രി കിട്ടാൻ കാരണം. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു ഇല്ലേ. അപ്പോൾ ഇങ്ങനെ വരച്ചത് കൊണ്ടാണ് എനിക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള കിട്ടിയത്, റെസിസ്റ്റൻസ് കിട്ടിയത്, കൃത്യമായിട്ടുള്ള റെസിസ്റ്റൻസ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ 50% എബോവ് എനിക്ക് ബ്രേക്കിംഗ് കറക്റ്റ് മനസ്സിലാക്കാനും 2 തവണ ഞാൻ പറഞ്ഞു. ഇത് ഒറ്റ പ്രാവശ്യം ഇതുപോലെ ഫെയിൽ ആവണമെന്ന് വെച്ചാൽ എൻട്രി എടുക്കരുത്. ഇതുപോലെ ഒറ്റ പ്രാവശ്യം, ഒരു മിനിറ്റ്, ഓക്കെ, ഒറ്റ മിനിറ്റ് കേട്ടോ, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ. ഒറ്റ പ്രാവശ്യമാണ് ഇതുപോലെ വരണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും എൻട്രി എടുക്കരുത് മക്കളെ. ഇത് ഒരു പ്രാവശ്യം വന്നു, പിന്നെ വീണ്ടും ഇതിൻ്റെ മുകളിൽ തന്നെ ഫെയിലാവാൻ ശ്രമിച്ചു, പിന്നെ വീണ്ടും ഒരു 8 മിനിറ്റ് കേട്ടോ. ഓക്കെ ഓക്കെ ആദ്യം ഫെയിലായി. ഓക്കെ. പക്ഷേ ഫെയിലായി എന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്നറിയോ, ഇതൊരു ഇൻഡിസിഷനാണ്. അതായത് മുകളിലേക്കും പ്രഷറുണ്ട്, താഴേക്കും പ്രഷറുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ഈ വിക്ക് കാണിക്കുന്നത് പ്രഷറാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ക്യാൻഡിലിൻ്റെ താഴെയാണ് ഈ ക്യാൻഡിൽ ഫോം ആയിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഹൈയിൻ്റെ താഴെയാണ് ഈ ക്യാൻഡിൽ ഫോം ആയിട്ടുള്ളത്. ആണോ അല്ലേ? അതിൻ്റെ ഹൈ എടുത്തിട്ടില്ല, എന്നിട്ടാണ് ഇത് വന്ന് ഫെയിലായിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വാലിഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, പക്ഷേ ഉറപ്പിക്കാൻ പാടില്ല, എൻട്രി എടുക്കാൻ പാടില്ല. കണ്ടീഷൻസ് എന്താണ്? കാത്തിരിക്കുക. ഓക്കെ. നെക്സ്റ്റ് ക്യാൻഡിൽ വന്നു, ഇതിൻ്റെയും ഹൈ എടുത്തു. അപ്പോഴും നമ്മൾ വെയിറ്റ് ചെയ്യുക, എൻട്രി എടുക്കരുത്. ഈ ഒരു ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം ഈ ഒരു ക്യാൻഡിൽ ഫോമായി. അപ്പം നമ്മളൊരു കാര്യം കൂടി ഓർത്ത് വെക്കണം. ഞാൻ പറഞ്ഞിരുന്നു, ഏതാണ് മെയിൻ ക്യാൻഡിൽ വരുന്നതെന്ന് നോക്കുക. ഇതൊരു മെയിൻ ക്യാൻഡിലാണ് അല്ലേ. അതായത് ബ്രേക്കിംഗ് കിട്ടിയ 50% എബോവ് ബ്രേക്കിംഗ് കിട്ടിയ ഒരു മെയിൻ ക്യാൻഡിലാണ്. ഇതിൻ്റെ ഉള്ളിലൊരു ഇൻസൈഡ് ക്യാൻഡിൽ ഉണ്ടായി, അതിൻ്റെ ലോനെ വന്ന് കട്ട് ചെയ്തു ഈ ക്യാൻഡിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് എൻട്രി എടുക്കാം. അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. SMC ഒക്കെ അറിയുന്നവർക്ക് മനസ്സിലാവും. ഓക്കെ. അതെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഇൻസൈഡ് ക്യാൻഡിലിൻ്റെ ലോ കട്ട് ചെയ്തിട്ട് എപ്പോഴാണോ ഈ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടുന്നത്, അതായത് സെല്ലേഴ്സ് ഫെയിൽ ആവുന്നത്, നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം ഇവിടുന്ന് ട്രേഡ് എടുക്കാം. ഇവിടെ നിന്ന് താഴേക്ക് പ്രഷർ, ഈ ഗ്രീൻ ക്യാൻഡിൽ പ്രഷർ ഒന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇംബാലൻസ് എവിടെയാണോ ടോപ്പിൽ, അല്ലെങ്കിൽ ലിക്വിഡിറ്റി എവിടെയാണോ ടോപ്പിൽ, അവിടേക്ക് നിങ്ങൾക്ക് ടാർഗറ്റും വയ്ക്കാം. ശരി. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. മെയിൻ ചാർട്ടിൽ, അതായത് ഈ സ്ട്രൈക്ക് പ്രൈസുകളുണ്ടല്ലോ, 25,000, 24,990
എന്നൊക്കെയുള്ള സ്ട്രൈക്ക് പ്രൈസ് ഉണ്ടല്ലോ. ഈ സ്ട്രൈക്ക് പ്രൈസിൽ എവിടെയാണോ ഇംബാലൻസ് ഉള്ളത് കറക്റ്റ് അവിടെ വന്ന് ടാപ്പ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും മാർക്കറ്റ് പോവുള്ളൂ. മനസ്സിലായില്ലേ? അതൊരു പകുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പകുതി വെച്ചു, ഇവിടെ പകുതി വെച്ചു. ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് തന്നെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടിട്ടാണ്, ഒരു ഇംബാലൻസ് അവിടെ ഫോം ചെയ്തിട്ടാണ് പോകണമെങ്കിൽ മാർക്കറ്റ് അത് വന്ന് എടുക്കും മക്കളെ, ഷുവറായിട്ട് വന്നെടുക്കും. പക്ഷേ എടുക്കണമെങ്കിൽ എന്തായിരിക്കണം, നമ്മളെ കണ്ടീഷൻസും കൂടി വാലിഡ് ആയിരിക്കണം അല്ലേ. പിന്നെ നോക്കിയാൽ ഈ ഗ്യാപ്പ് കറക്റ്റ് വന്ന് ഞാൻ പറഞ്ഞില്ലേ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് വന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ കണ്ടുകൊണ്ട് പറയണമല്ല, ഞാൻ ഇന്നലെ മാർക്കറ്റ് നടക്കണതിന് മുമ്പ് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെ വരും എന്നുള്ളത്. ഇപ്പോൾ ഇത് എന്താണ്, ഇപ്പോൾ ഒരാൾ ഡൗട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാണ് കേട്ടോ. ഞാൻ ആളെ ഒന്നും പറയില്ല, കാരണം ഞാൻ ഒരിക്കലും ഒരാളെയും കുറ്റം പറയാൻ പാടില്ല. കാരണം ഞാനും അതേപോലത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്ന മനുഷ്യനാണ്, ഒന്നും അറിയാത്ത സാഹചര്യത്തിൽ നിന്ന് വന്ന മനുഷ്യനാണ്. ഡൗട്ടുകൾ നല്ലതാണ്, ഏറ്റവും നല്ലത് നമ്മളെ ബെറ്റർ ആക്കാൻ ഏറ്റവും നല്ലത് ഡൗട്ടുകളാണ് കേട്ടോ. നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചോ, കൂടെ ഞാനുണ്ട് കേട്ടോ, കമൻറ്റിൽ ചോദിക്കാം. ഓക്കെ. പിന്നെ ഒരു കാര്യം, റെസിസ്റ്റൻസ് വരയ്ക്കുമ്പോഴും സപ്പോർട്ട് വരയ്ക്കുമ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ബെയറിഷ് എൻട്രി ആണ് വരണമെങ്കിൽ എങ്ങനെയായിരിക്കണം, സെയിം ഇതേപോലത്തെ കണ്ടീഷൻസ് തന്നെയായിരിക്കണം കേട്ടോ. ബെയറിഷ് എൻട്രി വരുമ്പോൾ താഴെ 50% എബോ ബ്രേക്കിംഗ് കിട്ടണം. ബയ്യേഴ്സ് വന്ന് എവിടെ ഫെയിൽ ആവണം, ഇതിൻ്റെ ഉള്ളിൽ ബയ്യേഴ്സ് വന്ന് ഫെയിൽ ആവണം. ഓക്കെ. സെയിം സെനാരിയോ തന്നെ, സെയിം ഒരു സാധനം തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് നടക്കുക, അതായത് ഇപ്പോൾ മുകളിലേക്കുള്ള ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് തന്നെ നിങ്ങൾ താഴേക്കും ചിന്തിച്ചാൽ മതി കേട്ടോ. പിന്നെ ഏറ്റവും ഒരു രസകരമായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു കയറ്റത്തേക്ക് സൈക്കിൾ ഔട്ടുന്നതും ഒരു കയറ്റത്ത് നിന്ന് ഇറക്കത്തേക്ക് സൈക്കിൾ ഔട്ടുന്നതും വ്യത്യാസമില്ലേ, അറിയാലോ. അതായത് നമ്മളൊരു കുന്നിൻ്റെ മുകളിലേക്ക് ഒരു വാഹനം ഓടിച്ച് പോകുന്നതും ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് വാഹനം ഇറക്കുന്നതും വ്യത്യാസമില്ലേ. എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ മുകളിലേക്ക് പോകുമ്പോൾ പ്രഷർ കൂടുതലായിരിക്കും, പക്ഷെ താഴേക്ക് വരുമ്പോൾ പ്രഷർ കുറവായിരിക്കും, വളരെ സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ട്രേഡിങ്ങിൽ ഏറ്റവും സുഖം, ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന എൻട്രികൾ സെല്ലിങ് എൻട്രികളായിരിക്കും. ഇപ്പോൾ നമ്മൾ ഓപ്ഷൻസിൽ അല്ലേ, നമ്മൾ ഈ കോൺട്രാക്റ്റിൽ സെല്ല് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക. കാരണം എന്താണെന്നറിയോ, ഇതിൽ കുറേ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുത്ത ആൾക്കാരുണ്ടാവും, ഇവിടുന്ന് എൻട്രി എടുത്ത ആൾക്കാരുണ്ടാവും, ഇവിടുന്ന് എൻട്രി എടുത്ത ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ സ്റ്റോപ്പ് ലോസ് താഴെ വെച്ചിട്ടുണ്ടാവും. ഈ മാർക്കറ്റ് ഇവിടുന്ന് ഇടിഞ്ഞ് സ്പീഡിൽ വരുമ്പോൾ ഇവർക്ക് പേടിയായിട്ട് ഇവിടുന്ന് എക്സിറ്റ് അടിക്കും. അപ്പോൾ എന്താണെന്നറിയോ, ഇവിടുന്ന് എക്സിറ്റ് അടിച്ച് മാറുമ്പോൾ ഇവിടുത്തെ ഡോമിനേഷൻ, ഇവിടുത്തെ പവർ കൂടും. അപ്പോൾ എക്സിറ്റ് അടിക്കുന്നതിനനുസരിച്ച് അത്രയും, കാരണം ഇവിടെ ഉള്ള ആൾക്കാർ, ഇവിടെ കുറേ പേര് ഇങ്ങോട്ട് തള്ളാനുണ്ടെന്ന് വയ്ക്കാം, ഇവിടുന്ന് മുകളിലേക്ക് തള്ളാൻ എന്തെങ്കിലും ഒരു സാധനം വിചാരിക്കുക, ഇവിടുന്ന് മുകളിലേക്ക് തള്ളാൻ വേണ്ടിയിട്ട് കുറേ പേരുണ്ട്. തള്ളുക എന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ടായിരിക്കും, അതായത് പുഷ് ചെയ്യുക. ഇവിടെ നിന്ന് പുഷ് ചെയ്യാൻ കുറേ പേരുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മളൊരു ടീം ബയ്യേഴ്സ് ഇവിടെ നിന്ന് പുഷ് ചെയ്യുന്നുണ്ട്, അപ്പുറത്തുനിന്ന് ഒരു ടീം ഫുള്ള് അവിടെ നിന്ന് ഇങ്ങോട്ട് പുഷ് ചെയ്യുന്നുണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ ഇവിടുന്ന് അവരെ പുഷിങ് കണ്ടിട്ട് ഇവിടുന്ന് ഇപ്പോൾ വടംവലി പോലെയൊക്കെ അവരെ പുഷിങ് കണ്ടിട്ട് ഇവിടുന്ന് പേടിച്ചിട്ട് നമ്മളെ കൂട്ടത്തിൽ കുറേ പേടിത്തൊണ്ടന്മാരെന്ത് ചെയ്യും, ഓടിപ്പോവും. അപ്പോൾ നമ്മുടെ സ്ട്രെങ്ത്ത് കുറയും. അപ്പോൾ എന്ത് ചെയ്യും, ഇവർക്ക് സ്ട്രെങ്ത്ത് കൂടും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, സ്പീഡിൽ താഴേക്ക് വരും. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ മാർക്കറ്റിൽ നടക്കാം. ഞാൻ ജസ്റ്റ് എക്സാമ്പിളോടുകൂടി പറഞ്ഞാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ വെറുതെ കുറേ അത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വീഡിയോസ് ലെങ്ത്ത് കൂടും. അപ്പോൾ ഞാൻ വെറുപ്പിക്കുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്ര നേരം വീഡിയോസ് കണ്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.